എൻ്റെ പേര് സുമ. ഞാൻ വരുന്നത് ഇടുക്കി അണക്കര 8-ാം മൈലിൽ നിന്നാണ്. ഞാനിവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുക്കുന്നത് 2023 ഓഗസ്റ്റ് 1-ാം തീയതി ആയിരുന്നു. ഉടമ്പടി എടുത്ത് ഇവിടെ ക്ലാസ് കൂടി ഇവിടുത്തെ പ്രാർത്ഥനയിലെല്ലാം സംബന്ധിച്ച് ഉടമ്പടി തൈലങ്ങളും എല്ലാം വാങ്ങിച്ച് സന്തോഷമായിട്ടും വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് പിള്ളേർക്കുള്ള കൊന്തയും കാശുരൂപവും ഫോട്ടോകളും എല്ലാം വാങ്ങിച്ച് കൊണ്ടുപോയി. മോൻ മദ്യപാനം കഴിക്കുന്നതായിരുന്നു. ഞാൻ കാശുരൂപവും കൊന്തയും എല്ലാം കൂടെ മോൻ്റെ കൈ കൊടുത്തു. അപ്പോൾ അമ്മ കാശുരൂപം അത് എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ പോയി. അത് ബാക്കിയുള്ള സാധനങ്ങൾ മോൻ കൊണ്ടുപോയി കാറേ വെച്ചു. അത് മോൻ്റെ കൂട്ടുകാരെടുത്തോണ്ട് പോയി. നീ അമ്പലത്തിൽ പോകുന്നല്ലേ, പിന്നെ എന്തിനാ, നിനക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നും പറഞ്ഞ് അവരതെടുത്തോണ്ട് പോയി. അവനൊന്നും മിണ്ടാൻ പോയില്ല. അപ്പോൾ അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിലില്ല. എനിക്ക് 3-4 ദിവസമായിട്ട് എനിക്ക് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ്. എനിക്ക് BP കൂടി, അത് കഴിഞ്ഞ് ശ്വാസം മുട്ടൽ കൂടി, അങ്ങനെ ഓരോന്ന് കൂടി ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല. എനിക്ക് അമ്മയുടെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അവിടുന്ന് തന്നെ വണ്ടിയേൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എന്നെ അഡ്മിറ്റാക്കി, ഓക്സിജനും ഒക്കെ തന്ന്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു ആശ്വാസമായി. എങ്കിലും എനിക്ക് എൻ്റെ അമ്മയെന്നൊരു വിചാരമാണ്. അങ്ങനെ ഇരിക്കെ ചെയ്ത് എനിക്ക് ഓക്സിജൻ മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി മുഖേനയാണ് ഞാനിവിടെ വരുന്നത്. ചേച്ചി ഇവിടെ വന്നു കഴിഞ്ഞ് എനിക്ക് ആ പത്രം കൊണ്ടു തന്നു. മോനെ, നീ ഇത് വായിച്ച് നോക്കിയിട്ട് നീ കൃപാസനാമ്മയുടെ അടുത്ത് പോ. നിനക്ക് മാതാവിനെ വിശ്വാസമുള്ളതല്ലേ, അണക്കര ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടി നിന്നെ അവിടെ ഈശോ അനുഗ്രഹിച്ച മകളല്ലേ, നീ അതുകൊണ്ട് ഈ പത്രം വായിക്ക് എന്ന് പറഞ്ഞു. ഞാൻ ആ പത്രം കിട്ടി ആ സമയത്ത് തന്നെ അവിടെ ഇരുന്ന് അത് മൊത്തം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എന്തായാലും നമുക്ക് 2 പേർക്കൂടെ നാളെ ആലപ്പുഴയ്ക്ക് കൃപാസനത്തിൽ പോകാം, എന്നാ വന്നാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എന്നാൽ പോകാം എന്നും പറഞ്ഞാണ് ഞങ്ങളിവിടെ വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എനിക്ക് ഈ പത്രം തന്ന എൻ്റെ മൂത്ത ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് ഒത്തിരി അസുഖങ്ങളുള്ള ആളാണ് മോനെ, എനിക്ക് ഭയങ്കര വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമാണ്, തല കറങ്ങി ഞാൻ താഴെ വീണു, നീ ഒന്ന് പ്രാർത്ഥിച്ചേ. ഉടനെ ഞാൻ സിസ്റ്ററിനെ വിളിച്ചു, സിസ്റ്ററെ ഓക്സിജൻ മാറ്റി തരാമോ, എനിക്കൊന്ന് പ്രാർത്ഥിക്കണമായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ സിസ്റ്റർമാർ മരുന്ന് കൊടുക്കുന്ന റൂമിൻ്റെ വാതിക്കലാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ മരുന്നുകളെല്ലാം സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഏറ്റിരുന്ന് ഇങ്ങനെ അമ്മയെ വിളിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കൊന്തയും ചൊല്ലി ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും മഞ്ഞ നിറത്തിൽ നല്ല ക്രീം കളറിൽ നല്ല കിരീടം വെച്ച രീതിയിൽ ഞാൻ കണ്ണ് തുറന്നപ്പോൾ അമ്മ അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ സിസ്റ്റർമാർ പിടിച്ചു കിടത്തി എനിക്ക് ഓക്സിജൻ തന്നു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേച്ചി വിളിക്കുന്നു, മോനെ എനിക്ക് ഒത്തിരി കുറഞ്ഞടി, എനിക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ മാതാവിന് ഈശോയ്ക്ക് കോടി നന്ദി നീ പറ, എന്നോട് നീ പറയണ്ട. നമ്മുടെ മാതാവ് കൃപാസനാമ്മയാണ് നമ്മുടെ സൗഖ്യപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞു. രണ്ടാമത് എൻ്റെ മോള് ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. അവൾ ഒരു ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തല കറങ്ങി വീണു. അപ്പോൾ അവൾ അവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ വയറ്റിൽ എന്തോ ഉണ്ട്, എനിക്ക് ഭയങ്കര വേദന ഇടത് സൈഡിൽ. എന്തോ ആടി, എന്നാന്ന് അറിയത്തില്ല ചേട്ടായി, എനിക്ക് ഭയങ്കര വേദനയാണ്, നീ വിഷമിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ട, ഞാൻ പോവുക, സമയം പോയി എന്നും പറഞ്ഞ് മോള് ജോലിക്ക് പോയി. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എന്നെ 9:30 വിളിച്ചു, എന്നാ മോനെ, എൻ്റെ അമ്മച്ചി എൻ്റെ വയറിൻ്റെ സൈഡിൽ ഒരു വേദന, അമ്മച്ചി ഒന്ന് പ്രാർത്ഥിച്ചേ. ഓ, എന്നാ പറ്റി? ഒരു മുഴ വയറിൻ്റെ സൈഡിലോ? ആ മോന് മുഴയൊന്നുമില്ല, അത് ഞാൻ കൊടുക്കേണ്ട ആൾക്ക് ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ് മോൻ സന്തോഷമായിട്ട് പോക്കോ, അമ്മച്ചി പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ എളുപ്പം കാലും കൈയും കഴുകി മുഖവും കഴുകി വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ തൈലങ്ങളെല്ലാം എടുത്ത് പുരട്ടി കുരിശ് വരച്ച് ആ മോളുടെ വയറെ
തൂക്കുന്നതായിട്ട് അമ്മയുടെ കരം കൊണ്ട് തൂത്ത് കഴിഞ്ഞ് വൈകുന്നേരം മോള് ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോനെ? എൻ്റെ അമ്മച്ചി ഒത്തിരി മാറ്റമുണ്ട് മോൻ, അമ്മയോട് പ്രാർത്ഥിക്ക്, അമ്മയുടെ പത്രവും ഫോട്ടോയും എല്ലാം അമ്മ അവിടെ അയച്ചു തന്നിട്ടുണ്ടല്ലോ, കയ്യിലുണ്ടല്ലോ, അത് വെച്ച് പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞു. വീട്ടിൽ പോയി പിറ്റേ ദിവസം രാവിലെ പതിവില്ലാത്ത പോലെ എന്നെ 6 മണിക്ക് വിളിക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ മോളെ? അയ്യോ അമ്മച്ചി ഇപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നേന്. എന്തിനാ മോനെ? എൻ്റെ വയറ്റിലെ മുഴ മാറി കാണാനില്ല മോനെ. നീ ഈശോയോട് കോടി നന്ദി പറ. മാതാവിനോട് ഈശോയുടെ കരം തൊട്ട് നിൻ്റെ വയറ് സുഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. 3ാമത് എൻ്റെ മോൻ മദ്യപാനമായിരുന്നു, കൂട്ടുകെട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കോടികളുടെ കോടി നാശങ്ങളും എല്ലാം വരുത്തി വെച്ചു. ഞാൻ കൊണ്ടുപോകാന്നിടത്തും ഹോസ്പിറ്റലുകളിലും അല്ലാത്ത സ്ഥലങ്ങളിലും എല്ലാം ഞാൻ കൊണ്ടുപോയി. ഒരു രക്ഷയുമില്ല. ഞാനിവിടെ വരുന്നതിന് എതിർപ്പില്ല, എന്നെ വിടും. അവന് വരാൻ മനസ്സില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം 8-ാം തീയതി നീ വന്നാലും വന്നില്ലേലും ഞാൻ അമ്മയെ കാണാൻ പോകുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് വണ്ടിയില്ലാതെ ഞാൻ ബസ്സിൽ വരില്ല എന്ന് പറഞ്ഞു. നീ എങ്ങനെ വേണേലും പോരെ, നിനക്ക് അവന് മനസ്സാവുകയാണേ എൻ്റെ അമ്മയെ ഞാൻ അവിടെ കൊണ്ടുവരും. അമ്മയെ അവൻ്റെ മനസ്സ് മാറ്റിക്കല്ലേ അമ്മേ, കടവാണേലും വിലയാണേലും മേടിച്ച് ഞാൻ വണ്ടിക്ക് അവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവനെയും അവൻ്റെ ഭാര്യയുടെ അച്ഛനും 3-4 പേരെയും കൂട്ടി കഴിഞ്ഞ 8-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഇപ്പോൾ എല്ലാ ദിവസവും വെളുപ്പിന് ഏറ്റ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് കുളി കഴിയുമ്പോൾ അവൻ സ്വന്തമായിട്ട് തിരികെത്തിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് ഈ നിമിഷം വരെ മദ്യപാനം കുടിച്ചിട്ടില്ല. ജോലി ചെയ്യുന്ന പൈസയും എല്ലാം വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. അങ്ങനെ 5ാമത് എനിക്ക് കാശ് രൂപം കാണാതെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ കിടത്തത്തില്ല. എൻ്റെ പുറത്തുനിന്ന് ആരോ പിടിച്ചുന്തുന്ന പോലെ തോന്നുക. അപ്പോൾ എനിക്ക് റിസോർട്ടിൽ ജോലിയുണ്ട്, ജോലിക്ക് പോകണം വെളുപ്പിനെ. അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ഉന്തി ഏൽപ്പിക്കുക, നീ വാ എന്നും പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സിൽ വിചാരിച്ചു, നാളെ ജോലിക്ക് പോകുന്നില്ല, എന്തു വന്നാലും വേണ്ടിയില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. നേരം വെളുക്കോളം ഉറങ്ങാതിരുന്നു. 5:15 ബസ്സിന് പോരാൻ ഞാൻ ഒരുങ്ങി. കുമിളിയിൽ നിന്ന് ഞാൻ അവിടുന്ന് വണ്ടി കയറി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ കാശ് രൂപത്തിന് വന്നപ്പോൾ സിസ്റ്റർമാരെ പേപ്പറിൽ എഴുതി ഇതെല്ലാം കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി അങ്ങനെ തരാൻ നിയമമില്ല, ചേച്ചി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് ഇന്ന് അങ്ങ് പോകേണ്ടതാ എന്ന് പറഞ്ഞു. ചേച്ചി ഓഫീസിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, ചേച്ചി തല പോയിട്ട് എന്താ കാര്യം? ഉടനെ ഞാൻ എന്നോട് പറഞ്ഞു, ദേ ഇവിടെ നിൽക്കുന്ന സിസ്റ്ററിൻ്റെ കൂടെ മഠത്തിൽ പോയി തങ്ങ്, അവിടെ റൂമുണ്ട്, നാളെ രാവിലെ വന്ന് ചേച്ചി ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ സിസ്റ്റർമാരുടെ കൂടെ പോയി ഞാൻ അവിടെ കിടന്ന് രാവിലെ വന്ന് ഉടമ്പടി എടുത്ത് കാശ് രൂപം മേടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 3 മണിയായി. ഞാൻ കുമിളി കഴിഞ്ഞ് ചെല്ലേണ്ടതാണ്, തലേദിവസം വന്നതാണ്. എന്തായാലും വേണ്ടിയില്ല, ഞാൻ അമ്മയും കൊണ്ടേ പോകുള്ളൂ എന്നൊരു വിശ്വാസത്തിൽ തന്നെ ഞാനിവിടെ നിന്നു. ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് റോഡിലോട്ട് ചെന്നപ്പോഴത്തേനും നോക്കുമ്പോൾ ബസ് വന്നു. അവിടുന്ന് ആലപ്പുഴ വണ്ടിയെ കയറി ആലപ്പുഴ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരി വണ്ടി കിട്ടി. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മുണ്ടക്കയം വണ്ടി കിട്ടി. മുണ്ടക്കയത്ത് ചെന്നപ്പോൾ എൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ പോകുന്ന വണ്ടി 8:30 ഒരു ബസ് കിട്ടി. ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കയറി. എനിക്ക് അമ്മ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നുണ്ട്. ഞാൻ എൻ്റെ കഴിവനുസരിച്ച് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട്. ഏതാവശ്യങ്ങൾക്കും എവിടെയാണെങ്കിലും കാര്യങ്ങൾ നടത്തുന്ന ഭക്ഷണ പാചകം ചെയ്യുന്നിടത്ത് പോയി സഹായിക്കുകയും രോഗികളെ നോക്കുകയും അമ്മച്ചിമാരെ സഹായിക്കുകയും എൻ്റെ കഴിവനുസരിച്ചുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുകയും സാമ്പത്തികപരമായിട്ട് എല്ലാവിധ സഹായങ്ങളും ഞാൻ എല്ലാവർക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഇനി എൻ്റെ മകളെ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി, കുട്ടികളില്ല. മോന് കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി, അവർക്കും പിള്ളേരില്ല. എനിക്ക് അമ്മ കുഞ്ഞുങ്ങളെ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ അണക്കര മരിയൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനം കൂടാൻ പോയി. 5 ദിവസം ധ്യാനം കൂടി, അവിടെ കിടന്ന് ധ്യാനം കൂടി കഴിഞ്ഞപ്പോൾ ഡൊമിനിക്കച്ചൻ തലേ കൈവച്ച് പ്രാർത്ഥിച്ചു, നിന്നെ ഈശോ തൊട്ട മകളാണ് എന്ന് പറഞ്ഞു.
കൗൺസിലിംഗ് കൂടാൻ പറഞ്ഞു. കൗൺസിലിംഗ് കൂടി. സിസ്റ്റർ പറഞ്ഞു ഈശോയും മാതാവും ചേച്ചിയെ പൊതിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്, കൗൺസിലിങ്ങിന് ഇരുത്താനാണ് പറയുന്നത്, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് എൻ്റെ മോൻ ചെന്നൈക്ക് വണ്ടി ഓടിക്കാൻ പോയി മോനെ കാണാതെ പോയി. രാത്രിയിൽ വണ്ടി പാർക്ക് ചെയ്തു. കൂട്ടുകാരുമായിട്ട് ഭക്ഷണം മേടിക്കാൻ പോയി. അവൻ്റെ ഫോണിൽ പൈസ ഇല്ലായിരുന്നു. കൂട്ടുകാരൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. അങ്ങനെ 5 ദിവസം അലഞ്ഞു തിരിഞ്ഞ് മോന് ചെന്നൈയിൽ നടന്നു. അവസാനം ഒരു മലയാളിയുടെ കടയിൽ ചെന്നു. അപ്പോൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനെ കണ്ടില്ല, എൻ്റെ മൊബൈലും ഒന്നും കയ്യിലില്ല, എങ്ങനെയോ എല്ലാം നഷ്ടപ്പെട്ടു പോയി. നമ്പർ പറഞ്ഞപ്പോൾ എൻ്റെ നമ്പർ മാത്രം അറിയാം. അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ വീടും പരിസരവും മുഴുവനും ആൾക്കാരാണ് ഈ കുഞ്ഞിനെ കാണാത്തതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു മൂത്ത ചേച്ചി മരീനിൽ പോയി ഡോമിനിക്കച്ചനെ കണ്ടപ്പോൾ പറഞ്ഞു ഈശോ തൊട്ട ഭവനമാണ്, ഈ ആദിശനി ആ മകൻ വരും, ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഉടനെ വീട്ടിൽ വന്ന് ചേച്ചി പറഞ്ഞു നീ എന്തിനാ കരയുന്നേ, നിന്നെ ഈശോ തൊട്ടാന്നാ പറഞ്ഞ്, നീ ധൈര്യമായിട്ട് ഇരിക്കുമെന്ന് പറഞ്ഞു. 5-ാമത്തെ ദിവസം എൻ്റെ മോനെ കണ്ടുകിട്ടി. അവിടുന്ന് ആൾക്കാർ ചെന്ന് വികൃതം പിടിച്ച് മോനെ കൊണ്ടുവന്നു. ഞങ്ങളെ ഒന്ന് കാണിച്ചു, ഹോസ്പിറ്റലിൽ കൊണ്ടുയാക്കി. അവിടുന്ന് അവനെ 2 ആഴ്ചയിൽ ചികിത്സയിലായിരുന്നു. അവൻ ഇപ്പം എല്ലാം കൊണ്ടും മിടുക്കനായി. അമ്മ ഒത്തിരി നന്ദി ഉപകാരങ്ങളും എനിക്ക് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. പൂർണ്ണമായിട്ടും അമ്മേ മാതാവെ ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് കോടി ജപമാല റാണി ആവേ 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 മരിയ.